സാപത്തിൻ്റെയും ആദിനാഥനായ കർത്താവിനാൽ സംരക്ഷിക്കപ്പെടുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം താഴെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യേശുവും ശിഷ്യന്മാരും വയലിലൂടെ കടന്നു പോകുമ്പോൾ വിശപ്പനുഭവിച്ച ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് തിരുമി ഭക്ഷിക്കുന്നു. ഇത് കണ്ട ഫരിസേയർ യേശുവിനോട് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർ ഇതാ സാപത്തിൽ നിഷിദ്ധമായത് ചെയ്യുന്നു എന്ന്. 3 ചിന്തകളിലൂടെ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. നാം എന്താണ് കാണുന്നത്? യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പ്രവൃത്തികളെ വിലയിരുത്താൻ ഫരിസേയർ തിടുക്കം കൂട്ടി. തങ്ങൾ നിരീക്ഷിച്ച വ്യക്തിയെ യഥാർത്ഥത്തിൽ കാണുന്നതിനേക്കാൾ കുറ്റം കണ്ടെത്തുന്നതിലാണ് അവർ കൂടുതൽ ജാഗ്രത പുലർത്തിയത്. ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ കണക്കുകൂട്ടൽ, കാഴ്ചപ്പാട് അവരുടെ യഥാർത്ഥ നീതിബോധത്തെ മറച്ചുവെക്കുകയും അവരുടെ കൺമുമ്പിൽ മനുഷ്യനെ കാണാതെ അന്ധരാകുകയും ചെയ്തു. അവർ നീതിമാന്മാരാണെന്ന് അവകാശപ്പെട്ടു. എന്നിട്ടും യഥാർത്ഥ നീതിക്ക് ആജ്ഞാപിക്കുകയും ഇടം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആവശ്യമായ ഔദാര്യം ഉപവി അവർക്ക് കുറവായിരുന്നു. ഇത് നമ്മുടെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് മുന്നിലുള്ള വ്യക്തിയുടെ കണ്ണുകളിലെ വിശപ്പ് ശാരീരിക വിശപ്പ് മാത്രമല്ല, ആത്മീയ വിശപ്പും ദാഹവും കാണാൻ നമുക്ക് കഴിയുമോ? നല്ലതും സത്യവുമായതിനെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ സങ്കല്പങ്ങളെയും ധിക്കരിക്കുന്ന അവരുടെ പ്രവൃത്തികൾക്കപ്പുറത്തേക്ക് നോക്കാൻ നമുക്ക് കഴിയുമോ? അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? ഒരു ന്യായാധിപനല്ല, കരുണയുടെ ഹൃദയം. 2. യഥാർത്ഥ നീതി. യേശു പറഞ്ഞു, നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, കാരണം അവർക്ക് സംതൃപ്തി ലഭിക്കും. നമ്മുടെ ഹൃദയത്തിൽ നാം അനുഭവിക്കുന്ന ശൂന്യത എന്തെങ്കിലും കൊണ്ട് നിറയാൻ കൊതിക്കുന്നു. ഈ ലോകത്തിൻ്റെ സ്വയം അന്വേഷിക്കുന്ന സംതൃപ്തികളാൽ നിറയ്ക്കുക എന്നതാണ് ഒരു വലിയ പ്രലോഭനം. വിശ്വസ്തരായിരിക്കാൻ ശ്രമിക്കുന്ന ക്രിസ്ത്യാനികൾ സ്വയം മറ്റുള്ളവരെക്കാൾ മികച്ചവരോ വിശുദ്ധരോ ആയി താരതമ്യം ചെയ്യാനും കാണാനുമുള്ള ആഗ്രഹത്തിൽ നിന്ന് ജനിച്ച ആത്മനീതിയുടെ സൂക്ഷ്മമായ അഹങ്കാരത്താൽ പ്രലോഭിക്കപ്പെടുന്നു. അത് നമ്മുടെ ഹൃദയത്തിൽ അവതാരമെടുത്ത ഒരു ഫരിസയനെ പോലെയാണ്. എന്നാൽ ആധികാരികമായ നീതി ദൈവസ്നേഹത്താൽ ശൂന്യത നിറയ്ക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ മൂല്യങ്ങൾക്ക് മുൻഗണന നൽകാനും ചുറ്റുമുള്ളവരുടെ ആഴമേറിയ ആവശ്യങ്ങൾ പരിഗണിക്കാനും എല്ലാറ്റിനും ഉപരിയായി ദൈവരാജ്യം അന്വേഷിക്കാനും നമ്മെ സഹായിക്കുന്ന, ഭരിക്കുന്ന സദ്ഗുണമായി നമ്മുടെ ഉപവി അഥവാ ഔദാര്യം മാറുന്നു. 3. കരുണ ത്യാഗമല്ല. കുരിശിലേക്ക് നോക്കുമ്പോൾ കരുണയുടെ രൂപത്തിൽ സ്വയം പ്രകടിപ്പിക്കുന്ന ത്യാഗപരമായ സ്നേഹം നാം കാണുന്നു. ത്യാഗത്തിന് വേണ്ടിയല്ല, ചിലപ്പോൾ വാസ്തവത്തിൽ പലപ്പോഴും സ്നേഹത്തിൻ്റെ അനന്തരഫലമാണെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ അത് കരുണയായി പ്രകടിപ്പിക്കുന്ന സ്നേഹമാണ്. ഫരിസേയർ കരുണ കാണിക്കാതെ ത്യാഗം ആവശ്യപ്പെട്ടു. ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ സംരക്ഷകരെന്ന നിലയിലുള്ള തങ്ങളുടെ തൊഴിലിൻ്റെ സത്തയെക്കുറിച്ചുള്ള ബോധം അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ ഹൃദയത്തിനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സൃഷ്ടിക്കപ്പെട്ടതാണ് എല്ലാവരുടെയും മുൻനിരയിലുള്ള ഏറ്റവും ഉയർന്ന കൽപ്പന. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ക്രിസ്തുവിനാൽ രൂപാന്തരപ്പെടാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അത് അവൻ സ്നേഹിക്കുന്നത് പോലെ നമ്മെ സ്നേഹിക്കുവാനും യേശുവിനെ സ്നേഹിക്കുവാനും സഹായിക്കുന്നു. കരുണയ്ക്കും ദാനത്തിനും വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു അഥവാ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ കരുണയോട് ചേർന്ന്
നമുക്ക് നിയമത്തെയും നമ്മുടെ വിശ്വാസത്തെയും ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.